ജിമ്മി ജോർജ് വോളിബോളിൻ്റെ 34ാമത് മത്സരം അമേരിക്കയിൽ നടക്കുകയാണ്. അമേരിക്കൻ മലയാളി കായിക രംഗത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു മത്സരമാണ് ഇവിടെ വോളിബോളിൽ നടക്കുന്നത്. ഈ മത്സരങ്ങളിൽ ആകമാനം ശ്രദ്ധിക്കേണ്ട അമേരിക്കൻ മലയാളികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കായിക ഇനമാണ് വോളിബോൾ. ജിമ്മി ജോർജിൻ്റെ പഴയ ധാരാളം ആരാധകർ അമേരിക്കൻ മലയാളികളുടെ ഇടയിലുണ്ട്. അവരെല്ലാം ഈ മത്സരം കാണാനായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് അമേരിക്കയിലെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി ഓരോ സ്റ്റേറ്റിൽ നിന്നും ടീമുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ നടക്കുന്നത് ഡാളസിൻ്റെ എ ടീമും ന്യൂയോർക്ക് സ്പൈക്കേഴ്സിൻ്റെ ബി ടീമും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ ജിമ്മി ജോർജ് 34ാമത് വോളിബോൾ മത്സരത്തിൽ ഇതിൻ്റെ സംഘാടകരിൽ പ്രധാന ആളായ സാജു സാം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാജു ഈ മത്സരങ്ങളെ കാണുന്നത്? ജോസഫ്, കഴിഞ്ഞ 8 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വോളിബോളിൻ്റെ ടൂർണമെൻറ്റാണ് 2 വർഷത്തെ. ഈ 34ാമത്തെ ടൂർണമെൻ്റ് എന്ന് പറയുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലായിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. 14 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ന്യൂയോർക്കിൽ. അപ്പോൾ വലിയൊരു വോളിബോൾ പ്രേമികളും അതിനെ സഹായിക്കുന്ന സ്പോൺസേഴ്സും ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ മുൻ ഇൻ്റർനാഷണൽ വോളിബോൾ താരം മാണി സി കാപ്പനാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് പറയുകയും അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന 2 ദിവസത്തെ ടൂർണമെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 ടീമുകൾ, 12 മെയിൻ ടീമുകളും അതിൻ്റെ സബ് ടീമും എല്ലാം കൂടാണ് നടക്കുന്നത്. അതിൻ്റെ ഫൈനൽ നാളെ ഒരു 5 o'clock ആരംഭിക്കും. വളരെ നന്നായിട്ട് തന്നെയാണ് ഈ ടൂർണമെൻറ്റ് പോകുന്നത്. ഇതിനകത്തിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ സ്പോൺസേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ടൂർണമെൻറ്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഇന്നും നാളെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാം, താങ്ക് യു സോ മച്ച്.
And I would like to invite Mr. Shaju San, who is also a community leader, a great volleyball player, and he's been the force and the front force of this team. Ladies and gentlemen, please put your hands together for Shaju San. ഏറ്റവും ബഹുമാന്യനായ പാല MLA ശ്രീ മാണി സിംഗ് കാപ്പൻ, സ്നേഹമുള്ള ബഹുമാന്യനായ കുര്യാക്കോസ് പടവൻ, ഫോർമർ പാല മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ, KVLNA ചെയർമാൻ തോമസ് സെബാസ്റ്റ്യൻ, സ്നേഹമുള്ള വോളിബോൾ സ്നേഹികളെ, ടീം മെമ്പേഴ്സ്, ഇന്ന് ഇവിടെ 2 ദിവസത്തെ വോളിബോൾ ടൂർണമെൻറ്റ് പങ്കെടുക്കാനെത്തിയ എല്ലാവരും, ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് നമസ്കാരം. ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളായുള്ള ബിഞ്ചു ജോൺ നമ്മളോടൊപ്പമുണ്ട്. ബിഞ്ചു ജോൺ ഈ 34 വർഷം നടക്കുന്ന ഈ മത്സരം, 34ാമത് ഈ മത്സരത്തിൽ എല്ലാ ഗെയിം ലീഗുകളിൽ കളിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇത്തവണ ആതിഥേയരായ ന്യൂയോർക്ക് സ്പൈക്കേഴ്സിൻ്റെ പ്രധാന ഒരു സംഘാടകനാണ് ബിഞ്ചു ജോൺ. ബിഞ്ചു ജോൺ ഈ മത്സരത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ ടൂർണമെൻറ്റ് 34 വർഷമായിട്ട് നടക്കുവാണ്. ഇത് ഞങ്ങൾ 3ാമത്തെ തവണയാണ് ന്യൂയോർക്കിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 16ൽ കൂടുതൽ ടീമുകൾ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വോളിബോൾ പ്രേമികളോടും വെൽക്കം ചെയ്യുന്നു. ഇത്തവണ എത്ര ടീമുകളാണ് മത്സരിക്കുന്നത്? ഈ തവണ 11 ഓപ്പൺ ടീമും 5 40+ ടീമും 5 അണ്ടർ 18 ടീമുമാണ് ഈ കൊല്ലം മത്സരിക്കുന്നത്. അമേരിക്കൻ നാഷണൽ ടീമിലോ സ്കൂൾ നാഷണലിലോ കളിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഇതിൽ മത്സരിക്കുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡിവിഷൻ 1 കളിക്കുന്ന ഒരു പ്ലെയർ നാളെ ഇവിടെ ഡാളസിലൂടെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ന്യൂയോർക്ക് ടീമിൻ്റെ ക്യാപ്റ്റൻ റായൻ ഉമ്മന് ഡിവിഷൻ 3ക്ക് വേണ്ടി കളിച്ചിട്ട് NCAA കളിച്ച ഒരു പ്ലെയർ കൂടാണ്. അങ്ങനെ ഇവിടെ നമ്മൾ പിള്ളേരെ വളർത്തിക്കൊണ്ട് ഒത്തിരി പേര് ഡിവിഷൻ 1 ഡിവിഷൻ 2 കളിക്കുന്നു. ഈ വോളിബോൾ മത്സരത്തിൻ്റെ ഒരു സംഘാടക, അതിലുപരിയായിട്ട് ഒരു സ്പോർട്സ് കായിക താരം കൂടിയായിരുന്ന ഷെറിൻ എബ്രഹാം നമ്മളുടെ ഒപ്പം ഉണ്ട്. ഷെറിൻ, ഈ വോളിബോൾ മത്സരത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. 34th ജിമ്മി ജോർജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെൻ്റ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ഹോസ്റ്റ് ആവാൻ പറ്റിയതിൽ എനിക്ക് വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. ബിഞ്ചു ആക്ച്വലി ഈസ് ഇൻ ചാർജ് ഓഫ് ദിസ് ആൻഡ് ബിഞ്ചു ഇസ് ദ വൺ ഹു ഗോട്ട് മീ ഇൻ ഹിയർ ആൻഡ് ഐ എം സോ പ്രൗഡ് ടു ബി സ്റ്റാൻഡിങ് ഹിയർ to be able to host this event. എൻ്റെ കൂടെ എൻ്റെ co-host ആയിട്ട് ഡിൻസിൽ ജോർജ് ആണുള്ളത്. ഇന്ന് ഇവിടെ 12 ടീമുകളുണ്ട്, പ്ലസ് 40+ ഉണ്ട്, 18 അണ്ടർ 18 ടീംസ് കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഗംഭീര ഗെയിംസ് ആണ് കാഴ്ചവെക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ ക്യാൻ ബി ഹിയർ ടുഡേ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടൂർണമെൻറ്റ്. അങ്ങനെ ജിമ്മി ജോർജിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനൊരു ടീം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഇപ്പോഴും നടത്താൻ പറ്റുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ആൻഡ് ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു. ജിമ്മി ജോർജ് വോളിബോൾ മത്സരത്തിൻ്റെ 34ാമത് മത്സരം ഇവിടെ ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് ആതിഥേയരായ മത്സരം നടക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലെ ജേതാക്കളായിട്ടുള്ള ഡാളസ് സ്ട്രൈക്കേഴ്സിൻ്റെ ഭാരവാഹികളും സംഘാടകരും കളിക്കാരും ഒക്കെയാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഡാളസിൽ നിന്ന് അവർ കുടുംബമായിട്ട് എല്ലാവരും ഈ വോളിബോൾ മത്സരം കാണാനും ഡാളസ് സ്ട്രൈക്കേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ഈ ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇവരെല്ലാം തന്നെ കളിക്കാരും കൂടിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പഴയ കളിക്കാരും ഇപ്പോൾ മക്കളെ കളിയിൽ പങ്കെടുപ്പിച്ച് വോളിബോളിൽ പാഷനായിട്ട് കൊണ്ടുപോയി നടക്കുന്ന ആൾക്കാരാണ് ഒരുവട്ടം സുഹൃത്തുക്കൾ ഇവരെല്ലാവരും. നമുക്ക് ഇവരുടെ ഇന്നത്തെ ഈ മത്സരത്തെക്കുറിച്ചും ഇവരുടെ ഡാളസ് സ്ട്രൈക്കേഴ്സിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇവരുടെ ജയസാധ്യതയെക്കുറിച്ചൊക്കെ ഇവർ നമ്മളോട് സംസാരിക്കും. ഹലോ, എൻ്റെ പേര് സുനിൽ വർഗീസ്. ഞാൻ ഡാലസ് സ്ട്രൈക്കേഴ്സിനെ പ്രതിനിധീകരിച്ച് വന്നതാണ്. 1989 ഈ ലീഗ് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ ഈ ലീഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരുമാണ് ഇപ്പോൾ ഈ ഡാലസ് സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നത്. 5 വർഷത്തോളം ഈ ലീഗിൻ്റെ ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു മുന്നേ ഒരു 3 വർഷത്തോളം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ഡാലസ് സ്ട്രൈക്കേഴ്സ് ഈ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു ക്ലബ്ബാണ്. വർഷങ്ങളോളം അതിനെ നയിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്.
ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഈ പുതിയ തലമുറയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലും വോളിബോളിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോലെ യശസ്വരീനായ ബ്ലസൻ ജോർജ് ഞങ്ങളെ ഒരുപാട് ട്രെയിനിങ്ങിലും കോച്ചിങ്ങിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജിമ്മിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ഇത് വളരെ ബുദ്ധിമുട്ടി വർഷങ്ങളോളമുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ട് 34 വർഷമായിട്ടും ഇപ്പോഴും ഗംഭീരമായിട്ട് തന്നെ ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്നു. അമേരിക്കയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷനിലൊന്നാണ് കേരള വോളിബോൾ ഓഫ് ലീഗ് ഓഫ് നോർത്ത് അമേരിക്ക. അതുകൊണ്ട് അതിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഈ വർഷം നടത്തുന്ന ന്യൂയോർക്ക് സ്പൈക്കേഴ്സ് തുടക്കം മുതലേ ഉള്ള ടീമാണ്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ പേര് ജെയിംസ് എബ്രഹാം പ്രസാദ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഈ ടൂർണമെൻറ്റ് KVLNAയുടെ ട്രഷററും കോർഡിനേറ്ററുമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നു. എൻ്റെ പേര് തങ്കച്ചൻ ജോസഫ്. ഈ ജിമ്മി ജോർജിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ഞങ്ങൾ കളിക്കാരായിരുന്നു. ഇപ്പോൾ എൻ്റെ 2 മക്കളും ഈ ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെൻറ്റിന് വേണ്ടി കളിക്കുന്നുണ്ട്. ആക്ച്വലി ഡാലസ് സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 7 ടൈംസ് ചാമ്പ്യന്മാരായിരുന്നു. ഇന്നും ഈ 34 മത്സരത്തിലും ഞങ്ങൾ ട്രോഫി എടുത്തുകൊണ്ട് പോകുമെന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിൽ ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.